കേരളത്തിൽ മറ്റൊരു വലിയ പ്രചരണം അഴിച്ചുവിട്ടിട്ടുണ്ട്. ഇടത് കക്ഷികൾ പറയുകയാണ് കോൺഗ്രസ് എന്നുള്ളത് ബി.ജെ.പിയുടെ ബി ടീമാണ്. കോൺഗ്രസുകാർ പറയുന്നു ഇടതു പാർട്ടികൾ ബി.ജെ.പിയുടെ ബി ടീമാണ്. ഇവർ രണ്ടുപേരും ഇങ്ങനെ ഒരുപോലെ പറയുന്നതിന് ഒരു കാരണമുണ്ട്. കാരണം ഇവർ രണ്ട് കൂട്ടർക്കും അറിയാം കേരളത്തിൽ ഇന്ന് ഏതെങ്കിലും ഒരു ടീം എ ടീമായിട്ടുണ്ട് എങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിയാണെന്ന കാര്യത്തിൽ ഇവർ രണ്ടുപേർക്കും ഒരു സംശയവുമില്ല. एनडीए सुहृदगणे, साथियों, आपने ये भी देखा है कि इस चुनाव में एलडीएफ और यूडीएफ दोनों मिलकर सिर्फ बीजेपी को गालियां दे रही है. उनके निशाने पर सिर्फ बीजेपी है. इसकी एक वजह और भी है जो आपको जरूर जानना चाहिए, नोट करना चाहिए. दरअसल एलडीएफ और यूडीएफ की सीक्रेट पार्टनरशिप इतनी पक्की है कि एक दूसरे पर आरोप लगाने से बच रहे हैं. और इसलिए और असल में ये दोनों एक ही सिक्के की दो साइड है. इनकी ये दुश्मनी है ना, वो नकली है, WWF है. एलडीएफ और यूडीएफ की दोस्ती एवरग्रीन है. जब भी दिल्ली में सरकार बनती है साथ होते हैं, बगल में तमिलनाडु में साथ में चुनाव लड़ रहे हैं. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇടത് വലത് മുന്നണികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു കാര്യം? രണ്ട് മുന്നണികളും ഒന്നു ചേർന്ന് ബി.ജെ.പിയെ മാത്രമാണ് വിമർശിക്കുന്നത്. അവരുടെ ചിന്തയിൽ നിന്ന് ബി.ജെ.പി മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരു കാര്യം ഉറപ്പായും ശ്രദ്ധിക്കണം, ഇവരുടെ രഹസ്യ കൂട്ടുകെട്ട് വളരെ ശക്തമായതിനാലാണ് ഇവർ പരസ്പരം വിമർശിക്കാൻ പോലും തയ്യാറാകാത്തത്. ഇവരുടെ ശത്രുത എന്നുള്ളത് ഇവരുടെ തട്ടിപ്പാണ്, ഇവരുടെ ശത്രുത എന്നുള്ളത് വ്യാജമാണ്, ഇവരുടെ സൗഹൃദം എന്നുള്ളത് അനാദിയാണ്. ഇവർ നാണയത്തിന്റെ ഒരു വശങ്ങളാണ്. ഇവർ വ്യത്യാസം ഒന്നു മാത്രമേ ഉള്ളൂ. കേരളത്തിൽ ഇവരുടെ സൗഹൃദം കർട്ടന് പിന്നിലാണെങ്കിൽ മറ്റിടങ്ങളിലെ ഇവർ പരസ്യമായി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. एनडीए सुहृदगणे, लेफ्ट और कांग्रेस दोनों वोट बैंक के लिए कट्टरपंथी लोगों को राजनीति में आगे बढ़ाते हैं. मुनंबम जैसी घटनाएं केरलम में आम होती जा रही है. वहां सैकड़ों ईसाई और हिंदू परिवारों को डराया गया, लेकिन केरलम सरकार पीड़ितों को सहायता देने की जगह कट्टरपंथी ताकतों के साथ खड़ी नजर आती है. यह खतरनाक ट्रेन है. वोट बैंक के लिए केरलम और देश की सुरक्षा से खिलवाड़. केरलम के देशभक्त लोग इसे कभी भी कामयाब नहीं होने देंगे. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ രണ്ട് മുന്നണികളും വിഘടനവാദികളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ട്, മുനമ്പം പോലെയുള്ള സംഭവങ്ങൾ ഇന്നിവിടെ സാധാരണമാവുകയാണ്. മുനമ്പത്ത് നിരവധി ക്രിസ്ത്യൻ ഹിന്ദു കുടുംബങ്ങൾ ഈ വിഘടനവാദികളുടെ പ്രവൃത്തി മൂലം വളരെ ഭീതിയിലായിരുന്നു. എന്നാൽ ഇരകൾക്ക് സഹായം നൽകേണ്ട സർക്കാർ വിഘടനവാദികൾക്കൊപ്പം ചേരുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഇത് അപകടകരമായ പ്രവണതയാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനു വേണ്ടി ഇവർ കേരളത്തിന്റെ സുരക്ഷയെ അപകടത്തിലാക്കുകയാണ്. ദേശഭക്തരായ മലയാളികൾ, കേരളത്തിലെ ജനങ്ങൾ ഇത് അനുവദിക്കില്ല. एनडीए सुहृदगणे, लेफ्ट और कांग्रेस का भ्रष्टाचार हो या उनका तुष्टीकरण, इसका सीधा हमला केरलम की संस्कृति और आस्था पर हो रहा है. पहले इन लोगों ने सबरीमला तीर्थ को बदनाम करने के लिए कैसे कैसे षड्यंत्र रचे थे, और अब सबरीमला इनकी लूट और चोरी के निशाने पर भी आ गया है. പ്രിയപ്പെട്ടവരെ, ഇടത് വലത് മുന്നണികൾ അഴിമതിയായാലും പ്രീണനമായാലും അതിന്റെ നേരിട്ടുള്ള ആഘാതം അനുഭവിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ സംസ്കാരവും വിശ്വാസവുമാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇവർ നേരത്തെ ഇവരുടെ ശ്രദ്ധ ശബരിമലയുടെ
പവിത്രതയെ കളങ്കപ്പെടുത്താനായിരുന്നു. ശബരിമലയുടെ പവിത്രതയെ കളങ്കപ്പെടുത്താനുള്ള കുതന്ത്രങ്ങളാണ് ഇവർ ആവിഷ്കരിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ അവരുടെ ശ്രദ്ധ ശബരിമലയെ കൊള്ളയടിക്കുന്നതിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. एनडीए सुरतगढ़े सबरीमला उसमें हुए इस पाप का एक पैटर्न है. ये चोरी एलडीएफ की सरकार में हुई और इसमें चोरी करने वालों के तार कांग्रेस के शीर्ष नेताओं से जुड़े पाए गए. लेफ्ट वाले तो हमेशा से हिंदू आस्था पर हमले के लिए जाने जाते हैं. इसलिए एलडीएफ सरकार मामले की जांच सीबीआई को नहीं सौंप रही है. और जो कांग्रेस हमेशा मंदिर से जुड़े विषयों को अछूत मानती थी, वो आज हिंदुओं की हितैषी बनने का नाटक कर रही है, दिखावा कर रही है, लोगों को गुम कर रही है. मैं साफ साफ कहना चाहता हूं, एनडीए सरकार बनने के बाद एलडीएफ, यूडीएफ को उनके अपराध की सजा मिलकर रहेगी और जो लूटा है वो लौटाना पड़ेगा. स्वामी अयप्पा और उनके भक्तों के आक्रोश के आगे ये लोग बच नहीं पाएंगे. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ശബരിമലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പാപങ്ങൾക്ക് ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഈ കൊള്ള സംഭവിച്ചിരിക്കുന്നത് ഇടത് സർക്കാരിന്റെ കാലത്താണ് എങ്കിലും ആ കൊള്ള നടത്തിയ ആൾക്കാരുടെ ചരട് കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളുടെ അടുത്തേക്കാണ് നീളുന്നത്. ഹിന്ദു വിശ്വാസങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ് എന്നും ഇടതുപക്ഷക്കാർ. അതുകൊണ്ടാണ് അവർ ശബരിമലയിലെ കേസ്, സ്വർണ്ണക്കൊള്ള കേസ് സിബിഐക്ക് കൈമാറാത്തത്. നേരെ മറിച്ച് കോൺഗ്രസ് ആകട്ടെ എന്നും ക്ഷേത്ര സംബന്ധമായ വിഷയങ്ങളെ തൊട്ടുകൂടാത്തതായിട്ടാണ് അവർ കണക്കാക്കുന്നത്. എന്നാൽ ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരാകട്ടെ അവർ ഹിന്ദുക്കളുടെ അഭ്യുദയകാംക്ഷികളായി നടിച്ച് ഇന്ന് നാടകം കളിക്കുകയാണ്. ഞാൻ പറയുന്നു, എൻഡിഎ സർക്കാർ വന്നാൽ ഈ രണ്ട് കൂട്ടർക്കും ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്ന കാര്യം ഞാൻ വ്യക്തമായി ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്വാമി അയ്യപ്പന്റെയും ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരുടെയും കോപത്തിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടാൻ ആവില്ല. ये कांग्रेस वाले, ये यूडीएफ वाले, वो एलडीएफ वाले, हर चीज में झूठ बोलना ये जैसे उनका स्वभाव बन गया है. देश को गुमराह करना ये उनका स्वभाव बन गया है. जब सीएए लाए तो देश को इतना झूठ बोला, आज सीएए लागू हुआ, देश को कोई नुकसान नहीं हुआ है. झूठ बोलने में माहिर है. केरलम फाइल्स आई फिल्म तो भी बोलने लगे सब झूठ है. कश्मीर फाइल आई तो बोलने लगे सब झूठ है. धुरंधर फिल्म आई तो बोलने लगे झूठ है. कुछ भी करो बता देना, झूठ फैला देना. इन दिनों एफसीआरए को लेकर के भी ऐसा ही झूठ फैलाया जा रहा है. यूसीसी के लिए ऐसा ही झूठ फैलाया जा रहा है. गोवा में यूसीसी है, दशकों से है, लेकिन झूठ फैलाना, एफसीआरए के लिए झूठ फैलाना, सीएए के लिए झूठ फैलाना, धुरंधर जैसी फिल्म के लिए झूठ फैलाना, केरलम फिल्म के लिए झूठ फैलाना, कश्मीर फाइल फिल्म के लिए झूठ फैलाना, ये झूठ फैलाने का कारोबार लेके बैठे हुए हैं. പ്രിയപ്പെട്ടവരെ, കോൺഗ്രസ് ആകട്ടെ, യുഡിഎഫ് ആകട്ടെ, എൽഡിഎഫ് ആകട്ടെ, ഇടതുപക്ഷമാകട്ടെ, എല്ലാവരും കള്ളം പറയുന്നത് അവരുടെ സ്വഭാവമായി ഇന്ന് മാറിയിരിക്കുകയാണ്. ദേശത്തെ അപമാനിക്കുക എന്നുള്ളത് അവരുടെ സ്വഭാവമായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ അവർ രാജ്യം മുഴുവൻ കള്ളപ്രചരണങ്ങൾ നടത്തി. ആരുടെയൊക്കെ പൗരത്വമില്ലാതെയായി പോകുന്നു എന്ന തരത്തിൽ. എന്നാൽ ആർക്കും ഒരു കുഴപ്പവും ഉണ്ടായില്ല എന്ന് നമ്മൾ കണ്ടു. കാശ്മീർ ഫയൽ സിനിമ വന്നപ്പോൾ അവർ പറഞ്ഞു ഇത് കള്ളത്തരമാണ്. കേരള സ്റ്റോറി വന്നപ്പോൾ അതിനെതിരെ വ്യാജ പ്രചരണം നടത്തി. ഇപ്പോൾ ദുരന്തർ സിനിമ വന്നപ്പോൾ അതിനെതിരെയും അവർ കള്ളപ്രചരണം നടത്തുകയാണ്. എന്തു ചെയ്താലും അവർ കള്ളത്തരം പ്രചരിപ്പിക്കുകയാണ്. ഏറ്റവും അവസാനം അവരിപ്പോൾ എഫ്സിആർഎ നിയമത്തിനെതിരെയും കള്ളം പറയുകയാണ്. യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നതിനെതിരെ കള്ളം പറയുന്നു.
എല്ലാ കാര്യത്തിനും അവർ കള്ളം പറയുന്നത് കൊട്ടേഷൻ എടുത്തവരായി മാറിയിരിക്കുകയാണ്. अंडे सौदगड़े केरलम की आस्था संस्कृति इसकी रक्षा हो, केरलम विकास की नई ऊंचाइयों को छुए, ये हम सभी का संकल्प है। आज भाजपा एनडीए उम्मीदवार को वोट देकर विकसित केरलम की यात्रा शुरू करिए। मैं आपको निमंत्रण देता हूं, आप आइए। ये मेरी जिम्मेवारी है, ये मेरी गारंटी है। 50 साल में केरलों का विकास नहीं हुआ, हम 5 साल में करके देंगे। പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ സംസ്കാരവും വിശ്വാസവും രക്ഷിക്കാൻ കേരളം വികസനത്തിന്റെ പുതിയ ചക്രവാളത്തിൽ എത്തുക, ഇതൊക്കെ നമ്മുടെ ലക്ഷ്യമാണ്, ഇത് നമ്മുടെയൊക്കെ ആഗ്രഹമാണ്. അതിനായി നിങ്ങൾ എല്ലാവരും BJP NDA സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. കഴിഞ്ഞ 50 വർഷമായി കേരളത്തിൽ നടക്കാത്ത വികസനം ഞങ്ങളെ ഭരണമേൽപ്പിച്ചാൽ 5 വർഷം കൊണ്ട് നടത്തി കാണിക്കും. ഇത് ഞങ്ങളുടെ ഉറപ്പാണ്, മോദിയുടെ ഗ്യാരണ്ടിയാണ്. एनडीए सौदगड़े कल ईस्टर है। मैं ईस्टर की आपको शुभकामनाएं देता हूं। कुछ ही सप्ताह में सभी मलयाली साथी विशु भी मनाएंगे। मैं भी विशु की भी अग्रिम शुभकामनाएं देता हूं। പ്രിയപ്പെട്ടവരെ, നാളെ ഈസ്റ്റർ ആണ്. ഈ കേരളത്തിൽ ഈ ലോകമെമ്പാടും ഈസ്റ്റർ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഞാൻ ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ ഏതാനും ദിവസങ്ങൾ, ആഴ്ചകൾ ഒരെണ്ണം കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾ വിഷു ആഘോഷിക്കുകയാണ്. എല്ലാ മലയാളികൾക്കും ഞാൻ വിഷു ആശംസകളും നേരുന്നു. मैं सबसे पहले तो आप सबकी माफी मांगना चाहता हूं, क्योंकि मैं मलयाली ये आपकी बहुत सुंदर भाषा वो मैं बोल नहीं पाता हूं, मुझे हिंदी में बोलना पड़ा। लेकिन इसके बावजूद भी एक भी व्यक्ति यहां से हटा नहीं। मैं जानता हूं यहां गांव के लोग आए हैं, हो सकता है मेरी भाषा नहीं समझ पाते हैं, लेकिन ये आपके प्यार की ताकत है, ये आपके आशीर्वाद है कि एक भी व्यक्ति हिल नहीं रहा है, हट नहीं रहा है। मेरा ये बहुत बड़ा सौभाग्य है। मैं आपका ये कर्ज, मैं ये आपका प्यार कभी भूलूंगा नहीं। ये मेरे पर आपका कर्ज है और मैं केरलम के विकास को प्राथमिकता दे करके 1.25 गुना विकास करके इस कर्ज को चुकाऊंगा, ये मैं आज वादा करता हूं। പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോടൊക്കെ ക്ഷമ ചോദിക്കേണ്ടതായിരുന്നു. കാരണം എനിക്ക് മലയാളത്തിൽ ഇത്രയും മനോഹരമായ ഒരു ഭാഷയിൽ സംസാരിക്കാൻ സാധിക്കാത്തതിൽ. ഞാൻ ഹിന്ദിയിലാണ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങളിൽ ഒരാൾ പോലും ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തയ്യാറായിട്ടില്ല. വിവിധ ഗ്രാമങ്ങളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഇവിടെയുണ്ട്. പക്ഷെ അവരാരും തന്നെ ഇവിടെ നിന്നും എഴുന്നേറ്റ് പോയിട്ടില്ല. ഇത് നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്, നിങ്ങൾ എനിക്ക് നൽകുന്ന ആശീർവാദമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ സൗഭാഗ്യമാണ് നിങ്ങളുടെ സ്നേഹം എന്നുള്ളത്. ഞാനത് ഒരിക്കലും മറക്കില്ല. ഈ കേരളത്തിന്റെ വികസനം എന്നുള്ളത്, നിങ്ങളുടെയൊക്കെ ഉന്നമനം എന്നുള്ളത് ഞാൻ എന്റെ പ്രാഥമിക കർത്തവ്യമായി ഏറ്റെടുത്ത് 100 മടങ്ങായി ഈ വികസന പ്രവർത്തനം ഞാൻ നിങ്ങൾക്ക് തിരികെ നൽകും. मैं आप सबका बहुत बहुत धन्यवाद करता हूं। मेरे साथ बोलिए, दोनों हाथ ऊपर करके बोलिए, भारत माता की, भारत माता की, भारत माता की, भारत माता की। वंदे 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 वंदे।
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.